പതിവ് പോലെ ഞാനും ആദർശനൊന്ന് ജിമ്മിൽ പോകാൻ കേട്ടോ. പക്ഷെ ഇന്നെനിക്ക് ഭയങ്കര ചടപ്പുണ്ട്. കാരണം ഇന്ന് പീരിയഡ്സ് ആയിട്ട് എൻ്റെ സെക്കൻഡ് ഡേ ആണ്. പക്ഷെ ഇനിയും മടി പഠിച്ചിരുന്നു വെച്ചാൽ എനിക്ക് ഫുൾ ഡേ മടിയാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഡേ എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളിതേ ആദർശമായിട്ടും വെയിറ്റ് ഒക്കെ നോക്കിയിട്ടോ. ഞാനും നോക്കി, പക്ഷെ എൻ്റെ വെയിറ്റ് ഞാൻ കാണിക്കുന്നില്ല. അവിടെ ചെന്ന് ഞാൻ ട്രെയിനറോട് വേഗം പറഞ്ഞു ഇന്നത് സെക്കൻഡ് ഡേ ആണ്, അപ്പം അധികം വർക്കൗട്ടൊന്നും വേണ്ടെന്ന്. ആദർശമായിട്ട് ഇതേ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ചെറിയ വർക്കൗട്ടുകളൊക്കെ ഇങ്ങനെ വാമപ്പ് ചെയ്തു കേട്ടോ. എനിക്ക് എന്നും ഉണ്ടാവുന്ന ട്രെയിനർ ഇന്ന് ലീവായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കും അധികം ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ആ ചേച്ചി നല്ല കമ്പനിയാണ് കേട്ടോ. പിന്നെ എന്നെ ഇങ്ങനെ നന്നായി പാമ്പർ ചെയ്ത് എന്നെ ഒരു ചെറിയൊരു കുട്ടികളെ പോലെ ഇങ്ങനെ എന്താ പറയുക നന്നായി കെയർ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ആ ചേച്ചി ഭയങ്കര കംഫർട്ടാണ്. പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഹെവി വർക്കൗട്ടൊന്നും ചെയ്തില്ല കേട്ടോ. കൈക്കൊക്കെ ഉള്ളത് മാത്രമേ ചെയ്തുള്ളൂ. ആദർശയുടെ തണ്ടിൽ വെട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കൂട്ടിന് വന്നാട്ടോ ഒന്ന്. മൂപ്പരെ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ജിമ്മിന് വന്നാലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നേരെ വായടച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം അവിടെയുള്ള എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കൂട്ടോ. ഞാൻ പിന്നെ എനിക്ക് തടി കുറയ്ക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ വേഗം എനിക്ക് പറ്റാവുന്ന അത്ര ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതായത് ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ദൃശ്യേച്ചി വിളിക്കുന്നുണ്ട്. അപ്പോൾ ആദർശമായിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പം അധികം എൻ്റെ അടുത്ത് ചെയ്യേണ്ട പറഞ്ഞു, കുറച്ച് മാത്രം ചെയ്താൽ മതി പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.